ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കടലക്കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും തന്നെ അറിയുമായിരിക്കും. എങ്കിലും പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഷെയർ ചെയ്യുന്നത്. തലേ ദിവസം കുതിരാനിട്ട കടല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണേ. ഇനി ഈ കടലയിലേക്ക് ചെറിയ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ സ്പൂണിനാണ് 3 ഇട്ട് കൊടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കുക്കറിൽ നമ്മൾ 6 വിസിൽ അടിക്കുന്നവിടം വരെ വയ്ക്കുക. വിസിലൊക്കെ അടിച്ചു വരുന്ന സമയത്തേക്ക് ഞാൻ കടലയ്ക്ക് ആവശ്യമായ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ വറുത്ത് എടുക്കണം. ഏകദേശം ഈ പരുവം ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് അത് മാറ്റാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ 6 വിസിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ പോയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം ഏകദേശം നല്ല വെള്ളമൊക്കെ വറ്റി നല്ലൊരു പരുവത്തിലാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ചെറുതീയിലൊന്ന് ഈ കടലക്കറി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം അടുപ്പിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഒക്കെ കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് കടലക്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ അതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി തയ്യാറായി കഴിയും. അതിലേക്ക് ഞാൻ ഉപ്പിടാൻ മറന്നിരുന്നു. ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ഏകദേശം ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ചട്ടിയിലേക്ക് കറി മാറ്റിയതാണ്. അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോഴേക്ക് നമ്മുടെ കടലക്കറി തയ്യാറായി കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.